വിന്ധ്യ മല അടിവാരത്തിൽ ഒരു മനോഹരമായ ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അവന് ഗംഗ എന്നൊരു സുന്ദരിയായ മകളും ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടിയായ ഗംഗ തന്റെ വീട്ടിലുണ്ടായിരുന്ന ആടിനെയും പശുവിനെയും ഒക്കെ വൈകുന്നേരം മേയ്ച്ചലിനായി കൊണ്ടുപോകുമായിരുന്നു. ഒരു ദിവസം ഗംഗ വിചിത്രമായ ഒരു ചെടി കണ്ടു. അതുവഴി മൃഗങ്ങൾ നടന്നു പോകുന്ന വഴിയായതുകൊണ്ട് ചെടി അവിടെയുണ്ടെങ്കിൽ അതിനത് ആപത്താണെന്ന് കരുതി ആ ചെടി അവിടുന്ന് പറിച്ചെടുത്ത് കുറെ ദൂരെ കൊണ്ടുപോയി നട്ട് അതിനു ചുറ്റും സുരക്ഷയ്ക്കായി കല്ലുകളും എടുത്തിട്ടു. ഗംഗ ദിവസവും ഒരു ചെറിയ കുടത്തിൽ അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടുപോയി ചെടിക്ക് ഒഴിച്ചിരുന്നു. അങ്ങനെ വെള്ളമൊഴിച്ചു വളർത്തിയതുകൊണ്ട് കുറച്ചു നാളുകൾക്ക് ശേഷം ചെറിയ ചെടി വളർന്നു വളർന്ന് വലിയ വൃക്ഷമായി മാറി. ശാഖകൾ ഒരുപാടുണ്ടായിരുന്നതുകൊണ്ട് അത് നല്ല നിഴലും നൽകിയിരുന്നു. അതിലൊരുപാട് പക്ഷികളും ഉണ്ടായിരുന്നു. ഗംഗ തന്റെ ആട്ടിൻകുട്ടികളെ മേയ്ക്കുവാനായി അവിടെ കൊണ്ടുപോയിട്ട് അല്പസമയം മരത്തണലിൽ വിശ്രമിക്കുമായിരുന്നു. കുറെ ദിവസങ്ങൾ അങ്ങനെ പോയപ്പോൾ ആ സ്ഥലത്തേക്ക് അവിടെയുണ്ടായിരുന്ന ആടും പശുക്കളും ഒക്കെ മേയുവാനായി എത്തിയിരുന്നു. ഗംഗ നട്ടുവളർത്തിയ മരത്തിനടുത്തുള്ള നദിയിൽ നിന്നായിരുന്നു ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും വെള്ളമെടുത്തുകൊണ്ട് പോയിരുന്നത്. അതുമാത്രമല്ല, ഇത്രയും വെള്ളമുള്ള മറ്റൊരു കുളവും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് കുളം കുറെ കൂടി വലുതാക്കുവാൻ വേണ്ടി അവിടെ കുഴിച്ച് കുളം കുറെ കൂടി വലുതാക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളപ്പോൾ എല്ലാ വർഷവും മഴ പെയ്തിട്ടും കുളത്തിൽ വെള്ളം നിറഞ്ഞതേയില്ല. അതിന്റെ കാരണവും മനസ്സിലായില്ല. അതിനുശേഷം കടുത്ത വേനൽക്കാലമായിരുന്നു. അതുകൊണ്ട് കുളത്തിലെ വെള്ളം മുഴുവനും വറ്റിപ്പോയിരുന്നു. മരങ്ങളെല്ലാം ഉണങ്ങിത്തുടങ്ങിയിരുന്നു. അതുമാത്രമല്ല, പുല്ല് മേയുവാൻ വന്ന പശുക്കൾക്കും മാടുകൾക്കും ഒന്നും വയറു നിറയെ പുല്ല് കിട്ടിയതുമില്ല. വെള്ളവും കിട്ടിയില്ല. ചിലരൊക്കെ ഗ്രാമം വിട്ടു പോവുകയും ചെയ്തു. ഒരു ദിവസം ഗംഗ താൻ നട്ടുവളർത്തിയ മരത്തിനടുത്തേക്ക് ഓടിപ്പോവുകയായിരുന്നു. താൻ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ആ മരവും ഉണങ്ങിപ്പോയോ എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു അവൾ പോയത്. പക്ഷേ ആ മരം മാത്രം ഉണങ്ങിയതേയില്ല. കാണാൻ ആരോഗ്യത്തോടെ തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ടതിനു ശേഷമാണ് ഗംഗയ്ക്ക് സമാധാനമായത്. ദാഹത്തിന് വെള്ളം കിട്ടാത്ത ഗംഗ ആ മരത്തണലിൽ കിടന്ന് ആലോചിക്കുകയായിരുന്നു. അന്ന് മുഴുവൻ ഗംഗയ്ക്ക് കുടിക്കാൻ വെള്ളം കിട്ടിയതേയില്ല. കുടിവെള്ളം കിട്ടാതെ താൻ മരിക്കുകയാണെങ്കിൽ താൻ നട്ടുവളർത്തിയ മരത്തണലിൽ തന്നെ കിടന്ന് മരിക്കാമെന്ന് കരുതി കൈയും കാലും നീട്ടി അവിടെ തന്നെ കിടന്നു. ദൂരെ വെള്ളമില്ലാത്ത ആ കുളമുണ്ടായിരുന്നു. അപ്പോൾ ഗംഗ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. അതിൽ അവൾ നട്ടുവളർത്തിയ മരത്തിന് മനുഷ്യന്റെ മുഖം വന്ന്, ഗംഗ, നീ എത്രയോ കാലം എനിക്ക് വെള്ളം തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ നിനക്ക് വെള്ളം തരാം. നീ എന്റെ വേരൊരെണ്ണം എടുക്കുകയാണെങ്കിൽ നിനക്ക് ഉടൻ തന്നെ വെള്ളം കിട്ടും. അതുപയോഗിച്ച് വെള്ളം കുടിച്ചിട്ട് ആ വേര് അതേ സ്ഥാനത്ത് തന്നെ വെച്ചേക്ക്. ഈ രഹസ്യം നീ ആരോടും പറയരുത്. ഗംഗയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് മരത്തിന്റെ വേര് പുറത്തേക്ക് വന്നിരുന്നു. തന്റെ ശക്തി മുഴുവനും ഉപയോഗിച്ച് അത് വേഗത്തിൽ പറിച്ചെടുത്തു. ഉടൻ തന്നെ അവിടുന്ന് കുറെ വെള്ളം പുറത്തേക്ക് ചാടി. അത് കുടിവെള്ളമായിരുന്നു. ഗംഗ വയറ് നിറയെ വെള്ളം കുടിച്ചിട്ട് വേര് അതേ സ്ഥാനത്ത് തന്നെ വെച്ചു. ആ വഴിക്ക് വന്ന ഒരു വയസ്സായ മുത്തശ്ശൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് തല കറങ്ങി താഴെ വീണു. അത് കണ്ട ഗംഗ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാനായി വേര് പറിച്ചു. അപ്പോൾ മരം പറഞ്ഞു, ഗംഗ, വേര് പറിക്കുകയാണെങ്കിൽ നിന്റെ ജീവൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു ആ മരം. അതൊട്ടും ചെവിക്കൊള്ളാതെ ഗംഗ ആ വേര് പറിക്കുക തന്നെ ചെയ്തു. വെള്ളം പുറത്തേക്ക് ചാടിയപ്പോൾ മുത്തശ്ശൻ വയറു നിറയെ വെള്ളം കുടിച്ചു. അപ്പോഴാണ് മുത്തശ്ശന് സമാധാനമായത്. ഗംഗ വേര് വീണ്ടും അവിടെ വെക്കാതെ മുത്തശ്ശനോട് പറഞ്ഞു, മുത്തശ്ശ, ഇവിടെ വെള്ളം ഉണ്ടെന്ന് എല്ലാവരോടും പറയണം. എനിക്ക് ഇവിടുന്ന് പോവാൻ കഴിയില്ല. മുത്തശ്ശൻ ഉടൻ തന്നെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ഗംഗ വെള്ളച്ചാട്ടവും നോക്കി അവിടെ തന്നെ നിന്നു. വെള്ളം അതിവേഗത്തിൽ കുളം മുഴുവൻ നിറയ്ക്കുകയും ചെയ്തു. ഗംഗ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ വാക്ക് കേൾക്കാതെ ഞാൻ എല്ലാവരോടും വെള്ളമുണ്ടെന്ന് പറഞ്ഞു. എന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും വെള്ളം കിട്ടുമെങ്കിൽ എനിക്ക് മരിക്കാൻ ഒട്ടും ഭയമില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ മരത്തിന് മുഖമുണ്ടായി. നിന്നെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെയുള്ളപ്പോൾ നിന്റെ ജീവൻ ഞാൻ എടുക്കുമോ? എനിക്ക് വെള്ളം തന്ന് നീ എന്നെ വളർത്തിയെടുത്തു. അങ്ങനെയുള്ളപ്പോൾ ഈ ഗ്രാമത്തിന് ജീവിക്കാൻ ഞാൻ വെള്ളം നൽകും. ഈ ഗ്രാമത്തിൽ വെള്ളക്ഷാമം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ മരത്തിലുണ്ടായിരുന്ന മുഖം മറഞ്ഞുപോയി. അന്നു മുതൽ ആ ഗ്രാമത്തിൽ വെള്ളക്ഷാമം ഉണ്ടായതേയില്ല. അന്നു മുതൽ ആ ഗ്രാമത്തിലെ ജനങ്ങൾ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും ജന്തുക്കളും എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു.